സോ ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. ഞാൻ വേണ്ടി എത്തിയത്. സോ ഗൈസ്, ഇന്ന് നമ്മൾ ഷിൻചാൻ സർപ്രൈസ് കൊടുക്കാൻ പോകണം. പിൻചാനുണ്ട്. നമുക്ക് അവർക്ക് പോയി ഒരു ബൈക്ക് മേടിച്ചിട്ട് കാണാം. ഓക്കെ, നമ്മളങ്ങനെ ഷിൻചാനും പിൻചാനും വേണ്ടി ഒരു ബൈക്ക് മേടിച്ചിട്ട് നേരെ വീട്ടിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബൈക്ക് നേരെ അകത്തേക്ക് കയറ്റി അങ്ങോട്ട് പാർക്ക് ചെയ്ത് വെച്ചേക്കാം. പുറത്തൊന്നും വെക്കാൻ ഒരു ഉദ്ദേശമില്ല. സർപ്രൈസ് എന്ന് വെച്ചാൽ വെടിക്കെട്ട് സർപ്രൈസ് കൊടുക്കാൻ പോണേ. അത് കാരണം നമുക്ക് അകത്തേക്ക് വെക്കാം. പിന്നെ നിങ്ങൾക്കൊരു സർപ്രൈസ് ഉണ്ട്. ആദ്യം ഈ ബൈക്കകത്ത് വെക്കട്ടെ, എന്നിട്ട് നിങ്ങൾക്ക് ആ സർപ്രൈസ് തരാം. സോ ഗൈസ്, നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ ഡൊമിങ്കോസിൻ്റെ അടുത്തേക്ക് പോകാം. എന്തിനാന്നൊക്കെ ഞാൻ പറയാം. ഗൈസ്, ഞാനങ്ങനെ പുറത്തില്ല. ഇനി നമുക്ക് നേരെ ഡൊമിങ്കോസിൻ്റെ അടുത്ത് പോയിട്ട് ആ സാധനത്തിൻ്റെ ലൊക്കേഷൻ ചോദിക്കാം. എവിടെയാണെന്ന് എന്താണെന്നൊക്കെ ഞാൻ നിങ്ങൾക്ക് പിന്നെ പറഞ്ഞുതരാം ഗൈസ്. എന്താണെന്ന് പിന്നെയല്ല, ഈ വണ്ടി ഒന്ന് പുറത്തേക്കിറക്കാൻ കുറച്ച് കഷ്ടപ്പാടാണ്. ഇപ്പം സ്വിമ്മിംഗ് പൂളിൽ കിടന്നേനെ ഭയങ്കര ജലദോഷമാണ് ഗൈസ് ഇത് പറയാൻ. അപ്പോൾ നമ്മളിന്ന് എന്തിൻ്റെ ലൊക്കേഷൻ ചോദിക്കാൻ പറ്റില്ല. കാറല്ല, ബൈക്കല്ല, ഒന്നുമല്ല. നമ്മളൊരു ഗ്രൂം സ്റ്റിക്ക് അല്ലല്ലോ, അടിച്ചു പറഞ്ഞ ചൂലിൻ്റെ ലൊക്കേഷൻ ചോദിക്കാൻ പറ്റില്ല. എന്താണെന്നറിയാമോ, അതൊരു മാജിക്കൽ ഗ്രൂം സ്റ്റിക്ക് എന്ന് പറയാമല്ലേ, ചൂലാണ് എന്ന് വെച്ചാൽ അതിൽ നമുക്ക് പറക്കാം. പിന്നെ പറക്കണതിൻ്റെ കൂടെ അതിലിരുന്ന് പറക്കുമ്പോൾ നമ്മളെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ, നമുക്കൊരു പ്രൊട്ടക്ഷൻ കിട്ടും, ഒരു പ്രൊട്ടക്റ്റീവ് ഷീൽഡൊക്കെ കിട്ടും ഗൈസ്. അങ്ങനത്തെ ഒരു സ്പെഷ്യൽ മാന്ത്രിക ചൂലാണ് നമ്മൾ തപ്പാൻ പോകണം. എന്തായാലും നമുക്ക് പെട്ടെന്ന് ഡൊമിങ്കോസിൻ്റെ അടുത്ത് ലൊക്കേഷൻ ചെയ്യാം. നമ്മൾ പിന്നെ ഇന്ന് പോകുന്ന ഡിഫൻഡ് എയർലൈൻസ് വഴിയാണ്. പെട്ടെന്ന് എത്തിയാൽ ഡിഫൻഡ് എയർലൈൻസ് എന്ന് പറഞ്ഞാൽ എൻ്റെ എയർലൈൻസാണ്. കുറച്ച് വിഷയം എയർലൈൻസാണ് ഗൈസ്, നിങ്ങൾക്ക് അറിയാമല്ലോ. വലിയ വിഷയമാണെന്ന് ഇത് പറയാനാ. സെൻസറി എയ്റ്റിനൊക്കെ കൊണ്ട് നടക്കൂലല്ലോ. ഇപ്പം ശരി കണ്ട, ഞാൻ ഇങ്ങനെ പ്രോ ഡ്രൈവറാണെന്നൊക്കെ അറിയാലേ. അപ്പോൾ ഗൈസ്, നമുക്ക് നേരെ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയി ഡൊമിങ്കോസിൻ്റെ അടുത്ത് ലൊക്കേഷൻ നോക്കിയാൽ പെട്ടെന്ന് പോകണം. ഇന്നെല്ലാം പെട്ടവിട്ടേന്ന് നടക്കണം ഗൈസ്. പെട്ടവിട്ടേന്ന് പറഞ്ഞാൽ ഭയങ്കര സ്പീഡിൽ പോകണം ഗൈസ്. ഫ്ലാഷാണ് ഞാൻ കണ്ട സ്പീഡ്. ചത്ത് എപ്പോഴും ഇവിടെ വീടിലാണ്. ഡൊമിങ്കോസേ മോനെ, ഞാൻ എത്തിയടാ. ഹലോ മിസ്റ്റർ മന്ദബുദ്ധി, ആ ഗ്രൂം സ്റ്റിക്ക് നിന്റെ വീടിന്റെ ഫ്രണ്ടിൽ തന്നെയുണ്ട്. സാറൊന്ന് മുമ്പോട്ട് പോയി നോക്കുക, എന്നിട്ട് ഇങ്ങോട്ട് വാ. അല്ലെങ്കിൽ ഫോൺ വിളിച്ച് ഞാൻ ചോദിക്കാൻ പറ്റില്ല. എന്താ പൊട്ടനാണാടാ? പൊട്ടനാണോ കണ്ണുകൂട്ടനോ? പെട്ടെന്ന് നോക്കോളൊന്ന്. സോ ഗൈസ്, നമ്മൾ നൈസായിട്ട് ചമ്മിട്ടുണ്ട്. ഇനി നമുക്ക് പെട്ടെന്ന് വീട്ടിൽ പോകാം ഗൈസ്. അപ്പോൾ നമുക്കിനി വീട്ടിൽ ചെന്ന് കാണാം. ഓ ഗൈസ്, നമ്മളങ്ങനെ വീട്ടിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഗ്രൂം സ്റ്റിക്ക് മാന്ത്രിക ചൂല് കണ്ട എയറിൽ നിൽക്കണം. ഇനി നമുക്ക് ഇതിൽ കയറി സുഖമായിട്ട് പോവാം. എന്ത് പറഞ്ഞാലും എന്താ, നൈസായിട്ട് ഡൊമിങ്കോസിൻ്റെ ചീത്ത മേടിച്ചില്ലേ ഇത് കയറി. അതേ പറഞ്ഞു പോണേ ഗൈസ്. നൈസാണല്ലേ. ഇനി ഹെലികോപ്റ്ററും വേണ്ട, എയറോപ്ലെയിനും വേണ്ട, ഈ സാധനത്ത് കയറിയാണ്ട് പോയാൽ മതി. എന്തൊരു രസം ഇതിൽ പറക്കാൻ. എന്താ ശബ്ദമൊക്കെ ഉണ്ട് ഗൈസ്, നല്ല സാധനം. ഇത് എന്ത് സീനാണല്ലോ ഇത്. നല്ല രസമുണ്ട് ഇതിൽ കൂടെ പോകാൻ വേണ്ടി ഗൈസ്. ഇപ്പം എൻ്റെ മനസ്സിലൊരു ഐഡിയ ഉണ്ട് ഗൈസ്. നൈസായിട്ട് ബാങ്ക് റോബറി ചെയ്താലേ ഗൈസ്. എന്തായാലും ഈ സാധനം നമ്മുടെ കയ്യിലുള്ള സമയത്ത് പ്രൊട്ടക്റ്റീവ് ഷീൽഡുള്ള കാരണം പോലീസ് നമ്മളെ തൊടാൻ പോലും പറ്റില്ല. അപ്പോൾ നമുക്ക് നൈസായിട്ട് നേരെ പോയി ബാങ്ക് റോബറി ചെയ്യാം ഗൈസ്. അതാണ് എൻ്റെ പ്ലാൻ. ബാങ്ക് റോബറി ഞാൻ ഫസ്റ്റ് ടൈമാണ് ചെയ്യാൻ പോണേ. എന്തായാലും എന്താ, ഈ സാധനമുള്ള കാരണം ഞാൻ ഭയങ്കര സേഫാണ്. എനിക്ക് ഭയങ്കര ജലദോഷം എന്താണെന്നറിയില്ല. ഓണായ കാരണമൊക്കെ ആണെന്ന് തോന്നുന്നു. മഴയൊക്കെ അല്ലായിരുന്നു 2-3 ദിവസം. എന്തായാലും നമുക്ക് നൈസായിട്ട് ഇവിടെ ലാൻഡ് ചെയ്യാം. സോ ഗൈസ്, ഞാൻ ആ പാർക്ക് ചെയ്തപ്പോൾ എൻ്റെ ബൈക്ക് ഇവിടെ കാണില്ല ഗൈസ്. ഷിൻചാൻ അങ്ങനെ നിർത്താം ഇല്ല. നൈസായിട്ട് ഇത് ഇവിടെ അങ്ങോട്ട് പാർക്ക് ചെയ്യാം ഗൈസ്. ഇനി അത് പോയി നോക്കട്ടെ, ബൈക്കൊന്നൊന്നുമില്ല. മായാജാല ബ്രൂം സ്റ്റിക്കാണല്ലോ. അവിടെ നിന്നെടുത്ത് ഇങ്ങോട്ട് പാർക്ക് ചെയ്യുമ്പോൾ ബൈക്ക് എങ്ങാനും വന്നാലാ. എൻ്റെ ബൈക്ക് ഇവിടെ ബൈക്ക് ഇവിടെ എനിക്ക് തോന്നാണ് അവിടെ പാർക്ക് ചെയ്താറിന് ഇത് അതിൻ്റെ മാജിക് കൊണ്ട് പോയെന്ന്. അല്ലെങ്കിൽ പിന്നെ ഇതെങ്ങനെ ശരിയാവണേ. എന്തെങ്കിലും ആവട്ടെ. നമുക്ക് എന്തായാലും പെട്ടെന്ന് ആ പറക്കണ ജോലി കയറി ബാങ്ക് റോബറി നടത്താൻ പോകാം ഗൈസ്. ഓ ഗൈസ്, നമുക്ക് നേരെ ഈ പറക്കണ ജോലി പോയി ബാങ്ക് റോബറി നടത്താം ഗൈസ്. ഇന്ന് എനിക്ക് എന്താ പറ്റിയെന്ന് അറിയില്ല. ഞാൻ ഭയങ്കര സ്ലോയാണ്. പിന്നെ എന്താണ്, എൻ്റെ മൂക്കൊക്കെ എന്തോ പോലെ തോന്നണേ. എൻ്റെ മൂക്ക് ഭയങ്കര ചെറിയ മൂക്കല്ലേ, ചൈനക്കാരുടെ മൂക്ക് പോലെ. എന്തായാലും ഇതിൽ പെട്ടെന്ന് ഇതിപ്പോൾ കയറി ഇരിക്കാനും പറ്റല്ലോ. എന്ത് പറ്റി ഗൈസ്, ഈ ചൂല് ഒരു വിഷയം. ചൂല് തന്നെ കയറി ഇരിക്കാൻ വേണ്ടി സമ്മതിക്കണല്ല. ഊങ്ക്രീം എനിക്കിതിൽ കയറി ഇരിക്കാൻ പറ്റട്ടെ, അത് കയറാൻ പറ്റാത്ത. സോ ഗൈസ്, എന്താ പറ്റിയെന്ന് എനിക്കറിയില്ല. ഇതിൽ കയറിയിരിക്കാൻ പറ്റുന്നുള്ള. നേരത്തെ ഞാൻ മര്യാദക്ക് കയറിയെന്നുള്ള, ഇനിയിപ്പോൾ എന്താ കയറിയിരിക്കാൻ പറ്റാത്ത.
ഗൈസ് ഇപ്പൊ കേറിയിരുന്നു. നമുക്കിനി നേരെ കയറിയിട്ട് നമ്മുടെ ബാങ്കിൻ്റെ അങ്ങോട്ട് പോകാം ഗൈസ്. ബാങ്ക് എന്ന് വെച്ചാൽ ഇവിടെ നിന്ന് അടുത്താണ് ഗൈസ്. നിങ്ങളെപ്പോഴും കാണാൻ ചാൻസ് കുറവാണ്, കാരണം ഞാൻ ആ വഴി പോവാറില്ല ഗൈസ്. കഴിഞ്ഞിട്ട് റേസ് ചെയ്യപ്പോൾ ആ വഴി അങ്ങോട്ടാ പോയി, പിന്നെ പോയോ ഇല്ലയെന്ന് എനിക്കറിയില്ല. പക്ഷേ ഈ മാന്ത്രികത്തൂരിന് പ്രത്യേകത ഇത് ഭയങ്കര സ്ലോ ആണെന്ന് തോന്നണം. അതോ ഞാൻ ഓടിക്കണതിൻ്റെ ഉറപ്പാണ്. ഇതിന് വല്ല ഗിയർ ആക്സിലേറ്റർ ഇതും ഉണ്ടാ ഇവിടെ അങ്ങ് നോക്കിയിട്ട് തന്നെ ഇതിൽ ആ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ചക്ക പോലത്തെ ബിൽഡിങ്ങാണ് നമ്മുടെ ബാങ്ക്. ഇത് മൊത്തം പൈസയാണ്. ഇന്നലെ ഞാൻ ശരിക്കും ഇതൊരു പ്ലാന്റ് റോബറാണ്. ഇന്നലെ ഇത് കണ്ടായിരുന്നു. ഇനി ഗ്രൂൺ മാന്ത്രിക വടി കിട്ടിയാൽ നമുക്ക് പെട്ടെന്നുള്ള കാര്യങ്ങൾ നടത്താൻ. ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് വേണം നമുക്ക് ഞാൻ കൊണ്ടുവന്ന ബാഗിൽ ഈ പണമൊക്കെ എടുത്തിട്ട് വരാം. അപ്പം നമുക്കിനി ബാങ്ക് റോബറി കഴിഞ്ഞിട്ട് കാണാൻ. നമ്മുടെ പരിപാടി കഴിഞ്ഞിട്ട് ഇനി പെട്ടെന്ന് കയറി എസ്കേപ്പ് ആവേടാ. പോയി. സോ ഗൈസ് ഇനി നമുക്ക് പെട്ടെന്ന് എവിടെയെങ്കിലും ഒരു മണ്ടക്കയറും ഗൈസ്. എന്താന്ന് വെച്ചില്ല, നമുക്ക് 2 സ്റ്റാർ വാണിങ് കിട്ടിയിട്ടുണ്ട്. എന്തായാലും ഇതിൻ്റെ മണ്ടക്കൊക്കെ പെട്ടെന്ന് വലിഞ്ഞേറാം. ഗൈസ് ഈ ബിൽഡിംഗ് ആണ് ഏകദേശം ബാങ്കൊക്കെ പോലെ ഇല്ലേ, ഏകദേശം ബാങ്ക് പോലെ ഇല്ലേ കണ്ടാ. ഇവിടുത്തെ ഈ റോഡൊക്കെ കണ്ടേ, ഞാൻ കുറേ കാലം ഈ റോഡൊക്കെ ഈ അപ്പർ വ്യൂ എന്ന് കണ്ട്. പണ്ട് നമ്മൾ ഹെലികോപ്റ്ററും ജെറ്റ് പാക്കൊക്കെ അടിച്ചു വെച്ചിട്ടുണ്ട്, പക്ഷേ അപ്പോഴും നമ്മൾ ഇത്ര മണ്ടൊക്കെ പോയിട്ടില്ലേ. എന്തായാലും നമുക്ക് ഇവിടെ ലാൻഡ് ചെയ്ത് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം ഗൈസ്. ഇവിടെ നമ്മളിവിടെ തെങ്ങൊക്കെ ഉണ്ടായിരുന്നു, ഇതൊക്കെ ഇപ്പോഴും കാണണ ഗൈസ്. എന്ത് പറയാനാ. ഇവിടെ വെയിറ്റ് ചെയ്ത് താഴത്തേക്ക് നോക്കട്ടെ പോലീസൊക്കെ പോയോന്ന്. നമുക്കൊരു കാര്യം ചെയ്യാം, തോക്കെടുത്തിട്ട് മറ്റേ സ്നൈപ്പർ സാധനം. ഇവിടെ അങ്ങ് പോലീസില്ലേ. പോലീസിനൊക്കെ എന്നെ പേടിയാണ് സത്യം പറഞ്ഞ പോലീസില്ലേ. സത്യം പറഞ്ഞില്ലേ, ഇന്ത്യൻ ടെസ്റ്റോട്ടോ സിറ്റിയിൽ എനിക്ക് അമ്മമാരെയൊക്കെ ഇടിക്കാറിയാം പോലീസിനെ. പക്ഷെ നമ്മുടെ ജാക്കിന് ചീത്തപ്പേരാണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അല്ലെങ്കിൽ ഇടിച്ച് പൊളിച്ചേനെ. ഫ്രാങ്ക്ലിൻ പറഞ്ഞ വാങ്ങണേ. സോ ഗൈസ് പോലീസൊക്കെ പോയി. അയ്യോ ഗൈസ്, ഞാനെന്തിനാ ഇത്രയും നേരം ഇവിടെ നിന്നത് ഗൈസ്. സത്യം പറയും ഇതിന് പ്രൊട്ടക്റ്റ് ചെയ്യില്ല. ഞാൻ മറന്നുപോയി. എന്ത് പറയാനാ, നിങ്ങളൊക്കെ ഓർമ്മിപ്പിക്കണ്ടേ. വെറുതെ ഇവിടെ നിന്ന് സമയം കളഞ്ഞേ. ഇനി ഇതിലിരുന്ന് സുഖമായിട്ട് പോവാം. പിന്നെ ഇനി ഒരു 5 വർഷത്തേക്ക് പണിയെടുക്കേണ്ടി വരില്ലേ. അപ്പം നിങ്ങളോട് ഞാൻ എത്ര പൈസ കിട്ടിയെന്ന് പറഞ്ഞില്ലല്ലേ. സത്യം പറഞ്ഞാൽ ബാങ്കിൽ 50 കോടി രൂപ ഉണ്ടായിരുന്നു. ഞാനൊരു നല്ലവനായ കാരണമില്ലേ 10 കോടി അവർക്ക് കൊടുത്തു, ബാക്കി പൈസ ഞാൻ എടുത്തു. ഇങ്ങനത്തെ നല്ലതൊക്കെ എവിടെ കിട്ടും. പിന്നെ ഇതിൻ്റെ ടെലിപ്പോർട്ടേഷൻ എബിലിറ്റി ഉണ്ട്, ആക്കാൻ പറയാൻ മതി. സോ ഗൈസ് ഇവിടെ നമ്മുടെ ബൈക്ക് കൊണ്ട് ഇവിടെ നമ്മൾ ഗ്രൂപ്പ് സ്റ്റിക്ക് കൊണ്ട് നൈസായിട്ട് ഇത് മണ്ടൊക്കെ കൊണ്ട് പാർക്ക് ചെയ്യാം. ഇവിടെ പാർക്ക് ചെയ്യാല്ലേ. ഇവിടെയാണ് ടെറസിൽ പാർക്ക് ചെയ്യാൻ ഗൈസ്. എങ്ങനെയാണ് ശരിക്കൊന്നും ടെറസിലേക്ക് വലിഞ്ഞേറാം. ഇവിടെ വെക്കാം ഗൈസ്. സോ ഗൈസ് ഇന്നലെ ഓണം കഴിഞ്ഞ് വന്നപ്പോൾ ഇല്ലേ സിൻചാൻ അവിടെ തന്നെ ഉണ്ടല്ലോ. അപ്പം പിൻചാനും അങ്ങോട്ട് വന്ന് റിയ അങ്ങോട്ട് വന്നു. ഞാൻ ഇവിടെ ഒറ്റക്കായി ഗൈസ്. നാളെ കാണുമായിരിക്കും. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ ഗൈസ്. നിങ്ങൾക്ക് ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, പിന്നെ ഇതുപോലത്തെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ.